എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് സോൾ മെസ്സേജാണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് സീക്രട്ട് ആയിരിക്കാം, വൺ സൈഡ് ആയിരിക്കാം, ക്രഷ് ആയിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് സോൾ മെസ്സേജാണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ 4 കാർഡ്സാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ മെസ്സേജും എല്ലാവർക്കും ആയിരിക്കില്ല. ഓരോ മെസ്സേജ് ഓരോരുത്തർക്കായിരിക്കും. അപ്പോൾ സെയിം എനർജി ഉള്ളവർക്ക് ആ ഒരു കാർഡ് മാച്ച് ആവുന്നതായിരിക്കും. റെസൊനേറ്റ് ചെയ്യുന്ന ആ എനർജി നിങ്ങൾക്ക്, പോസിറ്റീവ് എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. മറ്റുള്ളവർക്ക് അത് കാണാം. നിങ്ങൾക്കുള്ള മെസ്സേജ് മേ ബി അടുത്ത റീഡിങ്ങിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ സോൾ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിയർ എനർജിയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഒരു ഭയത്തോടെയാണ് നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നത്. ഒരു ഭയമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വികാരം കൊണ്ട് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് മനസ്സിലാവും നിങ്ങളൊരു ലൂപ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പേടി കൊണ്ട് നിങ്ങൾ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നു, ആ മിസ്റ്റേക്കിന് പിന്നെയും ഒരു ഡീപ്പ് മിസ്റ്റേക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് പുറത്ത് കടക്കാനാവാത്ത വിധം നിങ്ങളൊരു ചക്രവ്യൂഹത്തിനുള്ളിൽ അകപ്പെട്ടു പോയ ഒരു സിറ്റുവേഷനായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ എല്ലാ ഭയങ്ങളും എല്ലാം നിങ്ങൾ ലീഡ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ലൈഫിലാണ്. പക്ഷെ അതൊരു ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല കാണുന്നത്. അങ്ങനെ ഭയത്തോടെയാണ് എങ്കിൽ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്ക് ഇട്ട് ഒന്ന് ആലോചിക്കേണ്ടതാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടുകാരോട് സംസാരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കാം. പക്ഷേ ഫിയർ ആണ് നിങ്ങളുടെ ലവിൻ്റെ ബേസ് എന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. ഒന്നും കൂടെ ആലോചിക്കണം എന്നാണ് നിങ്ങൾക്കുള്ള സോൾ മെസ്സേജ്. സെക്കൻഡ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് മെസ്സേജിൽ കാണുന്നത് സെൽഫിഷ്നെസ് ആണ്. അപ്പോൾ നിങ്ങളിൽ കുറേ പേർക്കൊക്കെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല. എവിടെയാണ് നിങ്ങളുടെ ഒരു നല്ലത് തോന്നുന്നത്, നിങ്ങൾ പെട്ടെന്ന് മാറും, പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്ത് നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് ഒരു ലോങ് റണ്ണിൽ അതൊരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ കമ്മിറ്റഡ് ആയിട്ടുള്ള വളരെയധികം ഒരു പവിത്രമായ ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ്. പക്ഷേ കുറേ പേർക്കൊക്കെ അതൊരു കളിയായിട്ടാണ് നിങ്ങളെടുത്തിരിക്കുന്നത്. അതും സെൽഫിഷ്നെസ് ആണ് അതിൻ്റെ മെയിൻ മോട്ടീവ്. അപ്പോൾ സെൽഫിഷ്നെസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനമെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നല്ലതൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് തിരിച്ചു വരിക. അപ്പോൾ നിങ്ങളൊരാളെ പറ്റിച്ച് അടുത്തൊരാളടുത്ത് പോകുന്നു, അയാളെയും പറ്റിച്ച് അടുത്ത ആളടുത്ത് പോകുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കും ലഭിക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പാസ്റ്റിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് ഇനിയെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്നാണ് നിങ്ങൾക്കുള്ള സോൾ മെസ്സേജ്. നിങ്ങളുടെ ഒരു പ്രശ്നം, ഇപ്പോൾ കുറച്ച് പേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അസൂയയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ വേറെ നിങ്ങളുടെ സുഹൃത്തുക്കളെ അവരുടെ വ്യക്തികളുമായിട്ട് കാണുമ്പോൾ നിങ്ങൾ ഉടനെ ഒരു കമ്പാരിസൺ ചെയ്യുകയാണ് നിങ്ങളുടെ വ്യക്തിയായിട്ട്. എന്നിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് നിങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും ലോങ് റണ്ണിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും അത് ഹെൽപ്പ് ചെയ്യില്ല, സ്വാധീനിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അസൂയപ്പെടേണ്ട ഒരു കാര്യമല്ല റിലേഷൻഷിപ്പ്. ലൈഫിൽ നമുക്ക് ഒന്നിനോടും അസൂയ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ശരിയായ സമയത്ത് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ കറക്റ്റ് ടൈമിൽ യൂണിവേഴ്സ് തന്നിരിക്കും. അപ്പോൾ അസൂയയ്ക്ക് അവിടെ സ്ഥാനമില്ല. അതാണ് തേർഡ് മെസ്സേജ്. ഫോർത്ത് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ കുറച്ച് പേര് വളരെയധികം പ്രൗഡാണ്. ആ ഒരു അഹങ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ
നിങ്ങൾ ഈ ഒരു അഹങ്കാരമുള്ളപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള സിറ്റുവേഷൻ എപ്പോഴും വരും. നിങ്ങളുടെ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അതൊക്കെ സമ്മതിച്ചു തരും. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്നും കൂടെ ആലോചിക്കണം. നമ്മളീ പറയുന്നതും ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ്, എത്രമാത്രം തെറ്റാണ്, അതെപ്പോഴും നമ്മൾ ആലോചിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സിന് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സോൾ മെസ്സേജ്. ഇതൊരു ഗൈഡൻസാണ്, സോൾസിൻ്റെ ഗൈഡൻസാണ്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ യാത്ര ചെയ്തിട്ടുള്ള സോൾസ് ആയിരിക്കാം, നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്തിട്ടുള്ള സോൾസ് ആയിരിക്കാം, മുൻ ജന്മങ്ങളിലൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നിട്ടുള്ള സോൾസ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറയാനുള്ള മെസ്സേജസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.